നമസ്തേ. രത്നങ്ങൾ ചർച്ചയാകുന്ന രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായം ആരംഭിക്കുകയായി. പതിവ് പോലെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ, അതായത് രത്നങ്ങൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന രത്നങ്ങളുണ്ട്, അതുപോലെ തന്നെ രത്നങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെയുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. സാധാരണക്കാരന് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക ഇത് ട്രീറ്റഡ് ആണോ ഹീറ്റഡ് ആണോ, അല്ലെങ്കിൽ ഈ മനസ്സിലാക്കാൻ പറ്റുന്ന രീതികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ ഉപകാരപ്പെട്ടു എന്നൊക്കെ നമ്മളോട് പലരും കമൻറ്റുകളും ഒക്കെ ആയിട്ട് നമ്മളോട് പറയുകയുണ്ടായി. അത് പറയാനുള്ളൊരു കാരണം, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡിൽ ഈ രത്നങ്ങൾ ക്ലീൻ ചെയ്യുന്ന വിധം, അതായത് പലരും ചിലർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ആചാരമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. രത്നങ്ങൾ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ക്ലീൻ ചെയ്യുന്ന രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ, അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു തരണം, പല സംശയങ്ങൾക്കും ഉണ്ട് എന്ന് പറഞ്ഞ കുറച്ചധികം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ പേൾസ് അല്ലെങ്കിൽ മുത്ത് പോലെയുള്ള രത്നങ്ങൾ. അപ്പം അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ രത്നങ്ങൾ ഇപ്പോൾ 2-3 കാറ്റഗറിയിലുണ്ടല്ലോ. നമുക്ക് പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറിയിൽ വരുന്ന മാണിക്യം, റൂബി, ഡയമണ്ട്, എമറാൾഡ്, ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം പ്രീഷ്യസ് സ്റ്റോണാണ്. അതിനെല്ലാം ന്യായമായ ഒരു ഹാർഡ്നെസ് ഉള്ള കല്ലുകളാണ്. പിന്നെ ഒരു കാറ്റഗറിയിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെമി പ്രീഷ്യസ് സ്റ്റോൺസ്, അതായത് ടോപ്പാസ്, സിട്രിന്, അമെത്തിസ്റ്റ്, ഇങ്ങനെയുള്ള കല്ലുകളും ഉണ്ട്. പിന്നെ ഒരു കാറ്റഗറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പേള്, മുത്ത, പവിഴം, ടർക്വൈസ്, അംബർ, മാലക്കൈറ്റ്, ഇങ്ങനെയുള്ള കല്ലുകൾ, അതുപോലെ തന്നെ ലാവ സ്റ്റോൺസ്, ഇതെല്ലാം ഒരു പ്രത്യേക പോറസ് സ്റ്റോൺസ്, അതായത് നമ്മുടെ സുഷിരങ്ങളുള്ള, നമുക്ക് കാണാൻ പറ്റുന്ന സുഷിരം. ഇപ്പോൾ ലാവ സ്റ്റോണിലെ സുഷിരം നമുക്ക് കാണാം, പേൾസിലൊന്നും നമുക്ക് കാണാൻ പറ്റിയല്ല നമ്മൾ, അല്ലെങ്കിൽ അതുപോലെ ലെൻസ് വെച്ചൊക്കെ നോക്കിയാൽ. ഇതിനെല്ലാം ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്റ്റോൺസ്, ഞാൻ പറഞ്ഞ ഈ സോഫ്റ്റ് സ്റ്റോൺസ്, കോറലും പേളും ടർക്വൈസ്, അംബർ, ലാവ സ്റ്റോൺസ്, ഇങ്ങനെയുള്ളതൊക്കെ വെള്ളം അബ്സോർവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ള സ്റ്റോണുകളാണ്. കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന കല്ലുകൾ ഇതെല്ലാം. ഇതിനകത്തുള്ളിലെല്ലാം ജലാംശമുണ്ട്. ഈ ജലത്തിൻ്റെ അംശം കുറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി എവിടുന്ന് വെള്ളം കിട്ടുന്നത് വലിച്ചെടുക്കുന്ന നേച്ചർ കാണിക്കും. മനസ്സിലല്ലേ? ജലാംശമുള്ള കല്ലുകൾക്ക് ഡീഹൈഡ്രേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ജലാംശമുണ്ട്, എന്നാൽ നിർജലീകരണം എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് വെള്ളവും കുറയും. അപ്പോൾ വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അബ്സോർവ് ചെയ്യുന്ന കല്ലുകൾക്ക് അവർക്ക് തേയ്മാനത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. പലരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ചോദിച്ചത് നന്നായി. എപ്പോഴും ചോദിക്കുന്നത്, സാറേ ഞാൻ സാറിൻ്റെ നിന്ന് പേള് മേടിച്ചു, പക്ഷെ അത് വെള്ളത്തിലും പാലിലും ഇടുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറയണമെന്ന്, അങ്ങനെ ചെയ്യേണ്ടതല്ലേ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം, ജസ്റ്റ് കഴുകിയെടുക്കാം. അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു അല്ലെങ്കിൽ പണിക്കാരിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഡസ്റ്റും പൊടിയും ഒക്കെ ഒന്ന് മാറാനും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകാനും വേണ്ടി നമുക്കൊന്ന് വെള്ളത്തെ കഴുകിയെടുക്കാം. ഇട്ട് വെക്കരുത്. പേൾ ഇട്ട് വെച്ച് പാലിനകത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഇത് അബ്സോർവ് ചെയ്യുകയും കല്ല് പെട്ടെന്ന് ഡാമേജ് ആവുകയും ചെയ്യും. കല്ലിൻ്റെ കളറ് തന്നെ, പേളിൻ്റെയൊക്കെ ചിലപ്പോൾ കളറ് തന്നെ മാറിയെന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് ഒക്കെ കൂടുതലാണ് ഈ പേളിനകത്ത്. പേൾസ് അതെല്ലാം വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു രീതിയിൽ അത് ഇരിക്കേണ്ടത് തന്നെ. കോറൽസും ഇത് തന്നെ, പവിഴവും ഇത് തന്നെ. ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമോ പാലിലിട്ട് വെക്കുമോ. പക്ഷേ കോറൽസൊക്കെ പാലിലിട്ട് വെച്ചാൽ അതിൻ്റെ ആ മേൽവശത്തെ ഇത് തന്നെ ഒരു പൂപ്പൽ പിടിച്ച പോലെ ഒരു ഫംഗസ് ഫീലിംഗ് അതിനകത്തുണ്ടാവും. പേളുകൾ ഈ അടുത്ത ദിവസം എനിക്കൊരാൾ, ഇവിടെ ഷാർജയിലൊരു കസ്റ്റമറാണ്, അദ്ദേഹം പറഞ്ഞു, സാറേ പേള് മേടിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് ചെയ്തില്ല, കോറൽ മേടിച്ചിട്ട് ലാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ഹാർഡ്നെസ് കൂടിയ കോറലുണ്ടോ എന്ന് ചോദിച്ച് എനിക്ക് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ, നമുക്ക് ഈ കോറൽസ് തേയ്മാനം കൂടുതലും, അങ്ങേക്ക് ഒരുപാട് വേർപ്പുള്ള ശരീരവും
മനസ്സിലായില്ലേ? ഉപ്പ് രസവും വേർപ്പും കൊണ്ട് പെട്ടെന്ന് ഇത് തേയ്മാനം സംഭവിക്കും ഈ കോറലിന്. അതാണ് സംഭവിക്കുന്നത്. ഇനി തേയ്മാനം സംഭവിക്കാത്ത കോറലെന്ന് പറഞ്ഞാൽ മറ്റ് കൺട്രിയിൽ നിന്ന് ഇപ്പോൾ തായ്ലൻഡ് ബാങ്കോക്കിൽ നിന്നൊക്കെ വരുന്ന കോറൽസ് മിക്സ് ചെയ്ത് പൗഡർ മിക്സ് ചെയ്തിട്ട് വരുന്ന കോറൽസ് ഉണ്ട്. അത് ബോണുകളാണ്, വലിയ സ്കെൽറ്റൻ, ക്യാമൽ സ്കെൽറ്റന്, ഫിഷിൻ്റെ സ്കെൽറ്റനൊക്കെ ഇട്ട് പൊടിച്ചിട്ട് അത് വരുന്നത്. അത് തേയത്തില്ല, അതങ്ങനെ കാലാകാലങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും നല്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തോ, ഇട്ട് വെക്കരുത്. ലോങ് ടൈം ഇട്ട് വെച്ചാൽ ഇതിനകത്തെല്ലാം ഈ സോഫ്റ്റ് സ്റ്റോൺസ് എല്ലാം, പ്രത്യേകിച്ച് ഈ അതുപോലെ നമുക്ക് ഓപ്പൽസ് പെട്ടെന്ന് ഡാമേജ് വരുന്ന സ്റ്റോണാണ്. അത് ഈ ഒപ്പൽസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് അധികം നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആകാനുള്ള സാധ്യത. കാരണം അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഇട്ടതിന് ശേഷം അതിൻ്റെ കളറിൽ ചേഞ്ച് വന്നു. പിന്നെ അത് നമ്മൾ വീണ്ടും എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് എടുക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ ആ കളറിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ ഇതിനകത്ത്. പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഈ ഓയിൽ ഒരുപാട് നമ്മൾ എണ്ണ ഇതെല്ലാം ഇത് അബ്സോർവ് ചെയ്യും, പെർഫ്യൂം അബ്സോർവ് ചെയ്യും, സ്പ്രേ ഒക്കെ ഇടുമ്പോഴേ. അതുകൊണ്ടാണ് പേളൊക്കെ ഇട്ടിട്ട് സ്പ്രേ അടിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. പെട്ടെന്ന് കളർ ചേഞ്ച് വരും ഇതിന്. അത് നാച്ചുറൽ കല്ലുകളുടെ ഒരു സവിശേഷതയാണ്. ഇതൊന്നും വരുന്നില്ലെങ്കിൽ അതിനകത്ത് നാച്ചുറൽ അല്ല. നമ്മൾ സിന്തറ്റിക് പേൾസിന് ഇങ്ങനെയുള്ള സംഭവിക്കാൻ ചാൻസ് കുറവാണ്. സിന്തറ്റിക് ആയിട്ടുള്ള പേൾസ്, പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു ഡാമേജും വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ രത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഓരോ രത്നങ്ങളും അതിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു മിനിമം ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനും കൂടെ അല്ലേ? തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ബേസിക് നോളജ് നമ്മൾ അതിനെക്കുറിച്ച്, ആ ഒരു കല്ലിനെക്കുറിച്ച് നമ്മളും കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും. പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഓപ്പൽസൊക്കെ കൊടുത്താൽ നമ്മൾ ഷോപ്പിൽ പറഞ്ഞാൽ കൊടുക്കുന്നത്. നല്ലോണം സൂക്ഷിക്കാമെങ്കിൽ മാത്രം കല്ല് കൊണ്ടുപോകാവുള്ളൂ. കല്ലിൻ്റെ നേച്ചർ ഇതാണ്. നമ്മൾ തരുന്ന കല്ലിൻ്റെ കുഴപ്പമല്ല, ഉപയോഗിക്കുന്ന വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ല് പെട്ടെന്ന് പോകും, ഡാമേജ്ഡ് ആവും. നമ്മൾ ഈ രത്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഈ രത്നങ്ങളിൽ ഈ ഡീഹൈഡ്രേഷനൊക്കെ വരുന്ന ആ ഒരു സംഭവം പറഞ്ഞു. ഈ ഒപ്പൽസ് പോലെയുള്ള രത്നങ്ങൾക്ക് ഈ ഒരു ഡ്രൈനെസ് വന്നാൽ ഇത് ക്രാക്കായി പോകാനൊക്കെ ചാൻസസ് ഉണ്ടോ? പിന്നെ പോകും അല്ലേ? ഒപ്പൽസ് ഒന്നും താഴെ വീണ് അങ്ങനെ പൊട്ടിപ്പോകുന്ന സ്റ്റോണല്ല. പക്ഷെ അതിനെല്ലാം ക്രാക്ക് പോലെ ഫ്രണ്ടിലത്തെ തേയ്മാനം സംഭവിക്കുന്ന കല്ലാണ്. എത്ര നല്ല ഓപ്പലാണേലും അധികം ചൂടടിച്ചാൽ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ പേള്, കോറലുകൾ, ഒപ്പൽസ് ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഫയർ, ഹീറ്റ്. അതായത് എനിക്ക് തോന്നുന്നു ലേഡീസൊക്കെ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇത് ഊരി വെക്കിട്ട് ചെയ്യാൻ നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും ഒപ്പൽസ് എപ്പോഴും നമ്മൾ ലോക്കറ്റായിട്ടാണ് കുറച്ചുകൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ കിടന്നോളൂല്ലോ, തട്ടും മുട്ട് കുറയും. പിന്നെ നമ്മൾ ഈ പെർഫ്യൂംസ് ലേഡീസ് ഉപയോഗിക്കും, എപ്പോഴും പെർഫ്യൂംസ് ഉപയോഗിക്കും അവർ. അത് ഈ ഒരു പല സോഫ്റ്റ് സ്റ്റോൺസിൻ്റെയും കളറുകൾ പോകാനായിട്ട് കാരണമാണ്. അപ്പോൾ അതിന് ഒന്നാമത് അത് വെള്ളം അബ്സോർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സ്റ്റോണുകളാണ്. അതെപ്പോഴും വെള്ളം വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പരിധി കൂടുതൽ വെള്ളമാണ് അത് അബ്സോർവ് ചെയ്യുകയും അത് ഡാമേജ് ആകുകയും ചെയ്യും. സ്റ്റോൺ ഡാമേജ് തന്നെയല്ല ഈ പേൾസും കോറൽസും നമ്മൾ മേടിക്കുന്ന ഭംഗിയില്ലല്ലോ ഉപയോഗത്തിലില്ല. അതിൻ്റെ അതിൻ്റെ പോർഷനിലുള്ള ആ ഒരു ഗ്ലോ ഫിനിഷ് ഒക്കെ മുഴുവൻ പോകും. അത് വെറുതെ നമ്മൾ കോറലിൻ്റെ റീഫ് അത് എടുത്ത് നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോളിഷ് ഉണ്ടല്ലോ, അതേ ഉള്ളത്. അത് ഉപയോഗത്തിൽ പെട്ടെന്ന് അതിൻ്റെ പോളിഷ് പോകും. അതെല്ലാം നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട രത്നങ്ങൾ തന്നെയാണ്. നമ്മൾ കണ്ടറിഞ്ഞ് വേണം. അതുകൊണ്ടാണ് നവരത്നമൂലത്തിൽ ഈ രണ്ട് കല്ലും പോകുന്നതിൻ്റെ പ്രധാന കാരണം. അതും നമുക്ക് കോമൺ ആയിട്ട് വരുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ എൻക്വയറീസിലൊക്കെ കൂടുതൽ പേരും പറയുന്ന കാര്യമാണ്. ഈ നവരത്നത്തിൽ 2 സ്റ്റോൺ പോയി, അല്ലെങ്കിൽ അത് ഇളകിപ്പോയി, അതൊരെണ്ണം നഷ്ടപ്പെട്ടു, അതെന്തുകൊണ്ടാണ് നല്ല സ്റ്റോൺ അല്ലേ വെച്ചത്, അങ്ങനെയുള്ള സംശയങ്ങൾ വരും. പക്ഷേ അതും അതിൻ്റെ ഒരു ബേസിക് കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതുകൊണ്ടാണത് അതിൻ്റെ സെറ്റിങ്. പിന്നെ പേൾസും കോറൽസും നമ്മൾ നവരത്നത്തെ സെറ്റ് ചെയ്യുന്നതിനും വളരെ ശ്രദ്ധിച്ചില്ല, സെറ്റിങ് അവിടെ പിടിക്കത്തുമില്ല, അവിടെ നിന്ന് അതങ്ങ് വിട്ടുപോകും. വളരെ വിദഗ്ധനായിട്ടുള്ള വൈവിധ്യമുള്ള ഒരാൾ തന്നെ അത് പിന്നെ ലൈറ്റായിട്ട് തീരെ ലൈറ്റായിട്ട് ലേഡീസിൻ്റെ ഒക്കെ 3 grams
2 ഗ്രാം 3 ഗ്രാമിലൊക്കെ നവരത്നം സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്. അതിനകത്തൊക്കെ ഈ പോകുന്നത് ഇപ്പോൾ പേൾസും കോറൽസും അത് ഉപയോഗിക്കുന്ന ആൾക്ക് ആ വേർപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തേഞ്ഞ് പോകണം, പോയിരിക്കണം. പോയപ്പോൾ അത് വേറെ റീഫിക്സ് ചെയ്താൽ മതി. റീഫിക്സ് ചെയ്യുമ്പോഴും ഒരു കാരണവശാലും ഗം ഉപയോഗിക്കരുത്. പശ വെച്ച് അത് ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കരുത്. അത് വലിയൊരു നമ്മൾ സ്റ്റോണിനോട് ചെയ്യുന്ന ഒരു നെറികേട് വേണം പറയാം. അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്യാം അല്ലേ? അതിനൊരു ബ്രീത്തിങ് ഇത് കിട്ടണമല്ലോ. നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല ഒരിക്കലും ഗം ഉപയോഗിച്ച് ഒരു കല്ലുകളും നമ്മൾ സെറ്റ് ചെയ്യാനേ പാടില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ജനറലായിട്ട് സ്റ്റോൺസൊക്കെ ഉപയോഗിക്കുമ്പം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സംശയങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സംശയമാണ് അവിടെ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് വന്ന ഒരു ചോദ്യം. പലപ്പോഴും ഈ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഫുഡ് നമ്മൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഈ രത്നങ്ങൾ ഇട്ടുകൊണ്ട് നമുക്ക് നോൺ വെജ് കഴിക്കാമോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇതൊക്കെ എത്രത്തോളം? ഇല്ല, രത്നങ്ങൾക്കെല്ലാം എല്ലാ രത്നങ്ങൾക്കും ഒരു ആറ്റമിക് സ്ട്രക്ചറുണ്ട്. എക്സെപ്റ്റ് പേൾസ് കോറൽസിന് ആറ്റമിക് സ്ട്രക്ചർ ഒരു മിനറൽ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടും ഫുൾ കാൽഷ്യം ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതാണ് തേയ്മാനവും വെള്ളം അബ്സോർബ് ഒക്കെ ചെയ്യുന്നത്. മറ്റുള്ള എല്ലാ രത്നങ്ങൾക്കും ഒരു സ്ട്രോങ് ആറ്റമിക് സ്ട്രക്ചറാണ് ഉള്ളത്. ഡയമണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിയാലും ഇതൊന്നും ഒരു കാരണവശാലും ഡാമേജ് ആവുമോ സാധാരണഗതിക്ക് നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഉപയോഗത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരശുദ്ധികളും കല്ലിനെ ബാധിക്കുന്നില്ല. ഒരു ഫുഡ് കഴിക്കുന്നതും കല്ലിനെ ബാധിക്കത്തില്ല. പിന്നെ കല്ലെപ്പോഴാണ് കല്ലല്ലാതാകുന്നത്, അല്ലെ കല്ല് നശിക്കുന്നത്? സ്ട്രോങ് കെമിക്കൽ കോണ്ടാക്ട്സ് ഉണ്ട്. അത് ഇതായി പോകും, അതിൻ്റെ ആറ്റമിക് സ്ട്രക്ചറിന് ഡാമേജ് ആകത്തക്ക രീതിയിലുള്ള കെമിക്കൽ അതിനകത്ത് വീണാൽ അത് പോയി ആ കല്ല്. ഇല്ലെങ്കിൽ പിന്നെ എപ്പോഴും എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുട്ടി ക്രാക്കായി പോവോ, നമ്മൾ റഫ്യൂസിൽ പോവോ, താഴെ വീണ് പൊട്ടുവോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ കല്ല് പോകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കല്ല് മോതിരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹാർഡായിട്ടുള്ള വർക്കുകൾ ഹാമറിനിങ്ങനെ തട്ട് മുട്ട അടി ഇങ്ങനെയൊക്കെ വന്നാൽ കല്ല് പോകും, കല്ല് ഡാമേജോ. അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മളങ്ങനെ ഒരു സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊന്നും നമ്മൾ ഒന്നും ബാധിക്കത്തേയില്ല. ഈ വക കല്ലുകൾക്കൊന്നും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല നമ്മൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ നമ്മളതിന് ഒരു പീരിയോഡിക്കലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് നമ്മൾ യൂസ് ചെയ്യും, ടേക്ക് കെയർ ചെയ്യണം. കാരണം ഇത് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞ് അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കണം. വീടൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? നമ്മൾ വർഷാവർഷം 2 വർഷം കൂടുമ്പോൾ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ കല്ലുകളുടെ കാര്യത്തിൽ. അപ്പോൾ കല്ലെപ്പോഴും സൂക്ഷിച്ച് വെക്കും തോറും അതിന് വാല്യൂവും കൂടുതലാണ്. കാര്യം നമ്മൾ 28 കൊല്ലം മുമ്പ് ഷോപ്പിൽ കട തുടങ്ങുന്ന സമയത്ത് വാങ്ങിയ സഫയറിൻ്റെ വിലയല്ല ഇന്നത്തെ സഫയറിന് ഒരുപാട് മടങ്ങ് അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപാട് മടങ്ങ്. പണ്ടൊക്കെ അത് 550 രൂപ 600 രൂപ 700 രൂപയ്ക്ക് നല്ല യെല്ലോ സഫയർ ക്യാരറ്റിന് കിട്ടുമായിരുന്നു. ഇപ്പോൾ 8 രൂപ 10 രൂപ 12 രൂപയ്ക്ക് മേളിൽ ക്യാരറ്റിന് വില കല്ലിന് വന്നിരിക്കുന്നത്. നോർമൽ സ്റ്റോൺ തന്നെ. ഈ ഗോൾഡും സിൽവറിൻ്റെ ഒക്കെ പ്രൈസ് കൂടുന്ന പോലെ തന്നെ ഇതിൻ്റെ വാല്യൂം ഇങ്ങനെ ആ ഒരു തലത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇതുപോലത്തെ ഒരു സ്റ്റോൺ വാങ്ങിക്കണമെങ്കിൽ അവർ 4 ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ജനറേഷൻ നമുക്ക് ഉപയോഗിക്കാം, കൈമാറി ഉപയോഗിക്കാം. നമ്മൾ ഓരോ കാലഘട്ടത്തേക്ക് മാത്രമല്ല കാലാകാലങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയല്ല ഇപ്പോൾ ഈ എല്ലായിടത്തും ഇതിൻ്റെ രത്നശേഖരണ കൊട്ടാരങ്ങളിലും പാലസിലും അവിടെയും ഇവിടെയും അതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ രത്നങ്ങളുടെ കൂമ്പാരല്ലേ ഉള്ളത്. ഒരു ഡാമേജും ഇല്ലല്ലോ, സംഭവിക്കുന്നില്ല. നമ്മൾ രത്നശാസ്ത്രയിൽ കോമൺ ആയിട്ട് ഓരോ ആൾക്കാർക്കും ഉണ്ടാവുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഒരു ആൻസറുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. ഇപ്പം നമ്മൾ സോഫ്റ്റായിട്ടുള്ള രത്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ സുഷിരങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ചില രത്നങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റില്ല. മെയിനായിട്ടുള്ളൊരു രത്നം ലാവ സ്റ്റോൺ, വോൾക്കാനോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രത്നമാണല്ലേ? അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അതെല്ലാം വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അറബ് രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ഇത് നമുക്ക് എസൻഷ്യൽ ഓയിലിൽ അല്ലെങ്കിൽ പെർഫ്യൂമിൽ ഈ കല്ല്
ഈ ലാവ സ്റ്റോൺ മുക്കി വെക്കും, ഡിപ്പ് ചെയ്തിടും. ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിനൊരു ഭയങ്കര ഒരു അരോമ ഫീലിംഗ് ആയിരിക്കും. എപ്പോഴും ചെറിയൊരു നല്ല സ്മെല്ല്, സുഗന്ധം പരത്തും. കയ്യിൽ ബ്രേസ്ലെറ്റായിട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇത് പലതരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് സമയം മുക്കി വെക്കരുതെന്ന് പറയും നമ്മൾ. അതേസമയം എസൻഷ്യൽ ഓയിൽ മുക്കി വെക്കാവുന്ന കല്ലുകളും ഉണ്ട്. മനസ്സിലായില്ലേ? കല്ലിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മളതിനെ കണ്ടറിഞ്ഞ് യൂസ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ വോൾക്കാനോയിൽ നിന്ന് വരെ രത്നങ്ങളുണ്ടെന്ന് ഓർത്തോണം. ഈ വോൾക്കാനോയിൽ തന്നെ നമുക്ക് കിട്ടുന്ന രത്നങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് സ്റ്റോൺസ് നമുക്ക് കിട്ടുന്നു. ഒന്ന് ലാവ സ്റ്റോൺ, ഒന്ന് ഒബ്സിഡിയൻ എന്ന് പറഞ്ഞ കല്ലും. 2 വോൾക്കാനോയിൽ നിന്നാണ്. ലാവ കുറച്ച് റഫായിട്ട് ഒരു മാറ്റ് ഫിനിഷിലൊക്കെ വരുന്ന സുഷിരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രത്നമാണ് അല്ലേ. പക്ഷെ ഒബ്സിഡിയൻ നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ്. അതിനകത്ത് ആ അന്തരീക്ഷത്തിലെ ആ ഈർപ്പവും ഇതും നിൽക്കുമ്പോൾ ഇത് പിന്നെ ഒരു ഗ്ലാസ് പോലെ അങ്ങ് ഷാർപ്പായിട്ട് വരിക. മറ്റേത് റാപ്പിഡ് ചേഞ്ച് കൊണ്ട് സുഷിരങ്ങൾ ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം തരത്തിൽ വോൾക്കാനോയിൽ നമ്മൾ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഒരു കല്ലുണ്ടെന്നും അത് ആൾക്കാർ ധരിച്ചുകൊണ്ട് പോകുന്നു പറയുമ്പോൾ തന്നെ ആ അഗ്നിദേവതയെ ആരാധിക്കുന്ന ഒരു എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ ആൾക്കാർ അഗ്നിദേവതയെ ആരാധിക്കുമായിരുന്നു. അപ്പോൾ അവർ ഇത് സ്റ്റോണായിട്ട് തന്നെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും ഒരു നില ഉറയ്ക്കാനും ഒരു ഗ്രൗണ്ടിങ് സ്റ്റോണാണ് ലാവയും ഒബ്സിഡിയനും. മനസ്സിലൊക്കെ നല്ല ധൈര്യം വരും, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നാണ് ഇതിനെക്കുറിച്ച്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 7 ചക്രാസിലൊക്കെ ഈ മൂലാധാരം ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ലാവ സ്റ്റോണിനെ നമ്മളെ ഒന്ന് ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുന്നു അല്ലേ. കാരണം പല പ്രേക്ഷകരായിട്ട് ബന്ധം വരും, റൂട്ട് ചക്രയായിട്ട് നമുക്ക് കാരണം പലരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ അവെയറാണ്, പല കാര്യങ്ങൾക്കും പലർക്കും ഇതിനെക്കുറിച്ച് അവെയറാണ്. ബാൻഡുകളെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റുമായി ബാൻഡ്സ്. നല്ല ബാൻഡുകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആർട്ടിഫിഷ്യലും വരുന്നുണ്ട്. അതാണ് മാർക്കറ്റിലൊക്കെ, നമ്മൾ ഓൺലൈനിലൊക്കെ അതാണ് ഇതിൻ്റെ എല്ലാം മാർക്കറ്റ് കളയുന്നത്. നമ്മളതിനെ തിരിച്ചറിഞ്ഞ് നല്ലതിനെ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ രത്നനിർണയത്തിലൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ ഓരോ ദശാകാലങ്ങൾ നോക്കി നമ്മൾ ഇടരുതെന്ന് പറയും, രത്നങ്ങൾ ഇടരുതെന്ന് പറയും. അതിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടുകേഴ്വിയുള്ള ഒരു കാര്യമാണ് ഈ ദശാസന്ധികൾ. അതെന്താണ് ഒരു ദശാകാലത്തിൽ നിന്ന് മറ്റൊരു ദശാകാലത്തിലേക്ക് തീരുന്ന ഒരു ഒരു ജംഗ്ഷൻ, ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന ഒരു ട്രാൻസിഷൻ അല്ലേ, ഒരു ട്രാൻസിഷൻ പീരീഡ്. എല്ലാ ദശാസന്ധികളും അത്ര ദോഷകരമൊന്നുമല്ല. ഇപ്പം നമ്മൾ ചന്ദ്രദശാകാലം, ചന്ദ്രൻ ആ ചാർട്ടിൽ നന്നായിട്ട് നിൽക്കുന്നു, ചൊവ്വയും നന്നായിട്ട് ആ ചാർട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചന്ദ്രദശ കഴിഞ്ഞ് ചൊവ്വ ദശയിലോട്ട് കീഴുന്ന ഒരു പീരീഡ്, അതൊരു ദശാസന്ധി ദോഷമുള്ള സമയമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മാറ്റം വരും. കാരണം ചന്ദ്രൻ സോഫ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണെങ്കിൽ ചൊവ്വ കുറച്ചുകൂടെ സ്പീഡും കുറച്ചുകൂടെ കുറച്ച് തീരുമാനം, അങ്ങനത്തെ ഒരു ചേഞ്ച് നമുക്ക് ക്യാരക്ടറിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും വ്യത്യാസങ്ങൾ വരും. അതേസമയം നമ്മൾ രാഹുർദശയുടെ എൻഡ്, രാഹുർദശ എന്ന് പറയുന്നത് 18 വർഷം പീരീഡ്. അതിൻ്റെ ലാസ്റ്റത്തെ ഒരു 1 ഇയർ രാഹുൽ ചൊവ്വയുടെ അപഹാരകാലം, അത് ദശാസന്ധി തന്നെയാണ്. അത് സൂക്ഷിക്കേണ്ട ഒരു ദശാകാലമാണ്. രാഹുവിൻ്റെയും ചൊവ്വയുടെയൊക്കെ പൊസിഷൻ ഒരുവിധം നന്നായിട്ട് നിൽക്കുകയും ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം വളരെ ബ്ലെസ്സിങ് ആയിട്ട് ആ ചാട്ട് നിൽക്കുകയൊക്കെ ചെയ്യുമ്പം ആ ദോഷം അത്ര നമ്മളെ ബാധിക്കാതെ പോവുക. അല്ലെങ്കിൽ ആ രാഹു നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ കൂടെ ആയിരിക്കാം. അങ്ങനെയൊക്കെ വന്നാൽ കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. എന്നാലും ജനറലി ആ കാലഘട്ടം മോശം. മിക്കവാറും ട്രാൻസ്ഫറുകൾ സംഭവിക്കുന്ന ആ സമയത്തായിരിക്കും, ജോലിയിൽ ട്രാൻസ്ഫർ ഉണ്ടാകുക. അല്ലെങ്കിൽ നമുക്ക് ആ സമയം രാഹുർദശയുടെ എൻഡിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വിഷമതകൾ, അച്ഛനോ അമ്മയോ പ്രായമായിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള കർമ്മം ചെയ്യേണ്ടി വരിക. ആ പീരീഡ് ഒരു ടഫ് പീരീഡാണ്. അത് കഴിഞ്ഞ് പിന്നെ വ്യാഴത്തിലേക്കാണ്. വ്യാഴം നല്ല പൊസിഷനിലാണെങ്കിൽ ആ വ്യാഴദശകാലം നന്നായിട്ട് കയറിപ്പോവും. അപ്പോൾ ഈ ഒരു ദശയിൽ നിന്ന് മറ്റേതിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. എന്നാലും എല്ലാ ദശാകാലങ്ങളും നമ്മളിപ്പോൾ ഇതൊരു 1 ഇയർ ആണെങ്കിലും എല്ലാ ദശാകാലങ്ങളും ഒരു 6 മന്ത്സ് പ്ലസും മൈനസും കൂടണം. ഈ ദശാകാലത്തിൽ തീരാറാകുന്നതിൻ്റെ ഒരു 6 മാസം, മറ്റേ തുടങ്ങിക്കഴിഞ്ഞൊരു 6 മാസം ഒരു ദശ ട്രാൻസ്മിഷൻ ടൈമാണ്.
അപ്പോൾ അതൊരെപ്പോഴും ഒരു നല്ല ഒരു ടൈമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്ന പോലെ, പുതിയൊരു വീട്ടിലേക്ക് മാറിയാൽ നമ്മൾ അവിടെയായിട്ട് പൊരുത്തപ്പെട്ട് വരാൻ എടുക്കുന്ന ഒരു 1 ഇയർ ടൈം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പുതിയൊരു ജോലി കയറിയാൽ നമുക്ക് അവിടെ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ടുമൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം, മാനേജ്മെൻറ്റുമായിട്ട് പൊരുത്തപ്പെടണം. ഈ പീരീഡാണ് ഈ ദശാസന്ധി എന്ന് പോലെ വരുന്ന സംഗതികൾ. ഈ ദശാസന്ധിക്ക് വേണ്ടി മാത്രം നമുക്ക് സ്റ്റോൺസ് ഇല്ല, രക്തങ്ങളില്ല, ഒരിക്കലും ഇല്ല. ഞാൻ വളരെ മോശമായിട്ടുള്ള ദശാസന്ധി സമയങ്ങളിൽ കല്ലിന് ആരെങ്കിലും വന്നാലും ഞാൻ കൊടുക്കാറില്ല. കാരണം കൊടുത്താൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല അത്. ചിലപ്പം ഉണ്ടാകുന്ന ഒരു വിഷമത. ഇപ്പം നമുക്കൊരു അപകടം വരണമെന്നുണ്ടെങ്കിൽ അത് വന്നിരിക്കും, അത് ലൈറ്റായിട്ട് ചിലപ്പോൾ അങ്ങ് പോയെന്നിരിക്കും. പക്ഷെ അപ്പോൾ കണ്ണെ കൊള്ളാവുന്നത് കുരിയത്തെ കൊണ്ട് പോകാമെന്ന് എന്ന് പറയുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമ്മളല്ലെങ്കിൽ പറഞ്ഞ് വളരെ ക്ലിയറായിട്ട് ഞാൻ പറയും, ഇതാണ് ടൈം, നിങ്ങൾ പ്രോസ്പെറിറ്റി വിചാരിക്കരുത്, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ചിലപ്പോൾ ഈ സ്റ്റോൺ വർക്കൗട്ട് ആവും. ഒരു റിസൾട്ട് നിങ്ങൾക്ക് കണ്ടെന്ന് വരില്ല പ്രത്യക്ഷത്തിൽ. എങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ തരാം. സ്റ്റോണുണ്ട്, പക്ഷെ ആ കാലഘട്ടത്തിലേക്കായിട്ടൊന്നുമില്ല. സർട്ടൻ കാലഘട്ടത്തിലേക്കും സർട്ടൻ പീരീഡിലേക്കും സ്റ്റോണുകളൊന്നുമില്ല. അതായത് ഒരു പർട്ടിക്കുലർ ആവശ്യത്തിനോ ഒരു പർട്ടിക്കുലർ ടൈമിലേക്കോ നമ്മൾ അങ്ങനെ ഒരു സാധനമില്ല. നമ്മൾ എക്സസൈസ് നടപ്പം കാലിനും കൈക്കും ഒക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഓഫീസിൽ നടന്നു പോകാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. നമുക്കെപ്പോഴും ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ രക്തങ്ങൾ നമ്മൾ ഹോൾ ബോഡിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് ഒരു പ്ലാനറ്റുമായിട്ട് എൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ആ പ്ലാനറ്റിൻ്റെ മാക്സിമം എനർജി അതിനകത്ത് നമ്മളിലെത്തിക്കാനായിട്ട് ഒരു ട്രാൻസ്മിറ്റർ പോലെയാണ് ഈ രക്തങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ട്രാൻസ്മിറ്ററാണ് ആക്ച്വലി. അല്ലാതെ ഒരു ഷോർട്ട് ടൈം ഗെയിനോ ഒരു പെട്ടെന്നൊരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് നമുക്കൊരു ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ രത്നത്തെ സമീപിക്കുന്നത് പോലും തെറ്റായിട്ടുള്ള ഒരു തെറ്റാണ്. അല്ല, ഇതിട്ടല്ല ഡെസ്റ്റിനി മാറ്റി മറിക്കാൻ പറ്റും. 10,000 രൂപ കല്ല് മാറിച്ചിട്ട് ഒരാളുടെ തലയിലെടുത്ത് അങ്ങനെയില്ല. പക്ഷേ ഇത് ഓഫ്കോഴ്സ് ഇത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. പ്രകൃതിയെ ഓരോന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ ഐറ്റംസിനും നമുക്ക് ഫലമൂലാദികളാകട്ടെ, എന്തും ആയിക്കോട്ടെ, മണ്ണാകട്ടെ, മരമാകട്ടെ, ഇതിനെല്ലാം ഒരു ഫലം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ രത്നങ്ങളും അതുപോലെ തന്നെ ഒരു വലിയൊരു സൊല്യൂഷനാണത്. അപ്പോൾ നമുക്ക് അനുയോജ്യമാണെന്നുള്ളത് എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിനെ നമ്മൾ ചിട്ടയോടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ചിട്ടയായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഉപയോഗം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു രത്നശാസ്ത്രയിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെസ്സേജും ഇത് തന്നെയാണ്. നമുക്ക് രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗം നമ്മൾ രത്നങ്ങളോടുള്ള ഒരു വിശ്വാസമുള്ളവർക്കും വിശ്വാസികളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവർക്കും വേണ്ടി നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അല്ലാത്തവർക്ക് വേണ്ടിയല്ല. നമുക്കൊരു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെസ്സേജാണ് നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ഇൻഫർമേറ്റീവ് പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായിട്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.